ശ്രീധരൻ സാർ നടത്തുന്ന ഏതോ സർവേയോ അല്ലെങ്കിൽ ആളുടെ സ്റ്റഡി, ഞാൻ കണ്ടത് വാർത്തയെ കണ്ടത്, ആളുകളെ കുറിച്ചൊരു അവയർനെസ് ഉണ്ടാക്കാനും ഒരു സ്റ്റഡിക്ക് വേണ്ടി അദ്ദേഹം അത് ചെയ്യുന്നു പറഞ്ഞു. ഇന്ത്യ ഗവൺമെൻറ് ഫണ്ട് കൊടുത്തിട്ടോ അല്ലെങ്കിൽ BJP സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഇവിടെ NDAയുടെ എന്തെങ്കിലും പ്രത്യേകിച്ച് യാതൊരു സംവിധാനം അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അദ്ദേഹം വ്യക്തിപരമായി നടത്തുന്ന അദ്ദേഹത്തിൻ്റെ നോളജ് അനുസരിച്ച് ആളുകളെ ബോധവൽക്കരിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ അതിവേഗ റെയിൽ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഓൾറെഡി കേരളത്തിൽ വന്നു കഴിഞ്ഞില്ലേ. എത്ര പുതിയ ലൈൻ തന്നു. നമ്മൾ പറയുന്ന കെ റെയിൽ എന്ന് പറയുന്നത് ഇത് പ്രാക്ടിക്കലായി ചിന്തിക്കുക. ഈ പറയുന്ന തമിഴ്നാട്ടിൽ അങ്ങനെ ടി റെയിലെന്നും അപ്പുറത്തെ കർണാടകയിൽ കെ റെയിലെന്നും, അങ്ങനെയാണ് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ തന്നെ ആവശ്യമില്ലല്ലോ. നമുക്ക് സാധാരണ ഒരു സിസ്റ്റം എന്താ ഉണ്ടാകുന്നത്, ഒരു സിറ്റിക്കകത്ത് മാത്രം റൺ ചെയ്യാനുള്ള സാധാരണ മെട്രോ റെയിലുകളാണ് ഈ പറയുന്ന ഇന്ത്യയിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഉള്ളത്. അല്ലാതെ ഓരോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കുന്ന പോലെ നമുക്കൊരിക്കലും റെയിൽവേ ലൈനിൽ ഉണ്ടാക്കാൻ പറ്റും. അത് ഇന്ത്യ ഗവൺമെൻറ്, ഇന്ത്യയുടെ ഓൾ ഇന്ത്യ റെയിൽവേ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് എത്രയോ പുതിയ ട്രെയിനുകൾ വന്നു. നമ്മൾ പറയുന്ന കേരളയിൽ പറഞ്ഞിരുന്ന പോലും അതും ഇപ്പോഴത്തെ പുതിയ ട്രെയിനോട്ട് വ്യത്യാസം ടൈം ഡിഫറൻസ് 20 മിനിറ്റ്സ് എന്തോ